കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് എന്തൊക്കെയാ? നല്ല പച്ചപ്പും കായലും തെങ്ങിൻതോപ്പുകളും അല്ലേ? ശരിയാണ്. പക്ഷേ ഈ കാണുന്ന സൗന്ദര്യത്തിനൊക്കെ അപ്പുറം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കേരള മോഡലുണ്ട്. ഉയർന്ന സാമൂഹിക നിലവാരവും ജനപങ്കാളിത്തവും ഇതൊക്കെ ചേർന്ന ഒരു പ്രത്യേക വികസന മാതൃക. അപ്പോ ഇതിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലറിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവരാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മികച്ച 10 പറുദീസുകളിൽ ഒന്നാണ് കേരളമെന്ന്. ഈ ഒരൊറ്റ വിശേഷണമാണ് കേരളത്തെ ലോക ടൂറിസം ഭൂപടത്തിൽ അങ്ങോട്ടുറപ്പിച്ചത്. പിന്നെ പറയണ്ടല്ലോ, ഇവിടുത്തെ പ്രകൃതിയും സംസ്കാരവും ഒക്കെ സഞ്ചാരികളെ ശരിക്കും ആകർഷിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല. എന്താണ് ഈ പറുദീസയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വെറുതെ ടൂറിസം കൊണ്ടാണോ കേരളം ഇങ്ങനെ നിൽക്കുന്നത്? അതോ ഈ സൗന്ദര്യത്തിനൊക്കെ പിന്നിൽ ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ശക്തമായ ഒരു സിസ്റ്റം വല്ലതുമുണ്ടോ? അപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ കാണാൻ പോകുന്നതെന്ന്. ആദ്യം നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ലേബലിനും അപ്പുറത്തുള്ള ചില കണക്കുകൾ നോക്കും. പിന്നെ കേരളത്തിന്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇവിടുത്തെ സർവീസ് ബേസ്ഡ് എക്കോണമി, അധികാരം എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തുന്നു എന്നതൊക്കെ പരിശോധിക്കും. അവസാനം ഇതെല്ലാം കൂടിച്ചേർന്ന് എങ്ങനെയാണ് കേരള മോഡൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ദൈവത്തിന്റെ സ്വന്തം നാടിനപ്പുറം കണക്കുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കേരളത്തിന്റെ പ്രശസ്തി വെറും പ്രകൃതി ഭംഗിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു? നമുക്ക് ചില കണക്കുകൾ നോക്കാം. ഓക്കെ, ഈ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഇന്ത്യയില് ഫസ്റ്റ്, ലിറ്ററസി റേറ്റിലോ അതും ഫസ്റ്റ്. ഇനി ആയുർദൈർഘ്യം, അതായത് ലൈഫ് എക്സ്പെക്ടൻസി, 75 വയസ്സിന് മുകളില്, അതിലും ഇന്ത്യയില് ഒന്നാമതാണ്. ഇനി ജെൻഡർ റേഷ്യോയുടെ കാര്യം നോക്കിയാൽ അതും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, കറക്റ്റ് ഡേറ്റ വെച്ച് അളക്കാൻ പറ്റുന്ന നേട്ടങ്ങളാണ്, അല്ലേ? ഇനി നമുക്ക് സംസ്ഥാനത്തിന്റെ ആത്മാവിലേക്ക്, അതായത് അതിന്റെ സംസ്കാരത്തിലേക്ക് വരാം. ഈ കാണുന്ന സാമൂഹിക നേട്ടങ്ങൾക്കൊക്കെ പിന്നിലെ ഒരു പ്രധാന കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേക സാംസ്കാരിക ഘടനയാണ്. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, അതൊരു മിക്സാണ്. പല മതങ്ങളും സമുദായങ്ങളും അവരവരുടെ സംഭാവനകൾ നൽകി ഒരുമിച്ച് ചേർത്തുവെച്ച ഒന്നാണ്. ഈ ഒരു ഒരുമയില്ലേ, അതുതന്നെയാണ് കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ ഒരു പ്രധാന കാരണം. ഇവിടെ നോക്കിയാൽ നമുക്കത് കാണാം. ഒരു സൈഡിൽ കഥകളി, മോഹിനിയാട്ടം, തെയ്യം, ഇതൊക്കെ നമുക്ക് പരിചിതമാണല്ലോ. ഇനി മറുഭാഗത്തേക്ക് നോക്കിയാലോ? മുസ്ലിം സമുദായത്തിന്റെ ഒപ്പന, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മാർഗംകളി, ഇങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടേതായ വളരെ യുണീക്കായ കലാരൂപങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് കേരളത്തിന്റെ ആ കൾച്ചറൽ മാപ്പ് പൂർണ്ണമാകുന്നത്. കഥകളി, തെയ്യം, ഒപ്പന, മാർഗംകളി, പിന്നെ ലോകം മുഴുവൻ അറിയുന്ന നമ്മുടെ സ്വന്തം കലരിപ്പയറ്റ്. ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പിന്നെ പരസ്പരം ബഹുമാനിക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെയാണ് ശരിക്കും കേരളത്തിന്റെ ആ സോഷ്യൽ ഫാബ്രിക്കിന്റെ, ആ ഒരു ഐക്യത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൾച്ചറിൽ നിന്ന് നമുക്ക് നേരെ സംസ്ഥാനത്തിന്റെ എക്കണോമിയിലേക്ക്, അതായത് വളർച്ചയുടെ എഞ്ചിനിലേക്ക് പോകാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ എങ്ങനെയാണ് ഈ സോഷ്യൽ അച്ചീവ്മെന്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ നമ്പർ നോക്കൂ, 6.19%. എന്താണിത്? 2024-25 കേരളത്തിന്റെ GSTP, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനം 6.19% വളർന്നു എന്നാണിത് കാണിക്കുന്നത്. ഇത് നല്ലൊരു ഗ്രോത്താണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്കോണമിയുടെ ലക്ഷണമാണിത്. ഇനി ഈ ചാർട്ട് നോക്കിയേ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കേരളത്തിന്റെ എക്കോണമിയുടെ ബ്രേക്ക് ഡൗൺ ആണിത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് 63%-ലധികം സർവീസ് സെക്ടറിൽ നിന്നാണ്. എന്നുവെച്ചാൽ ടൂറിസം, IT, വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, ഈ മേഖലകളൊക്കെ. ഇൻഡസ്ട്രി ഏകദേശം 28%-ഉം അഗ്രികൾച്ചർ വെറും 8%-ഉമാണ്. അപ്പോൾ കേരളത്തിന്റെ എക്കോണമി പ്രധാനമായും ഓടുന്നത് ഈ സർവീസ് സെക്ടറിന്റെ കരുത്തിലാണ്. ഓക്കെ, എക്കോണമി വളരുന്നു, ശരി. പക്ഷെ അതുകൊണ്ട് സാധാരണക്കാർക്ക് എന്തു ഗുണം? അതിനുള്ള ഉത്തരമാണ് ഈ ചാർട്ട്. ഇത് ആളോഹരി വരുമാനമാണ്, അതായത് പെർ ക്യാപിറ്റ ഇൻകം. കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും ശരാശരി വരുമാനം. ഇത് നമ്മുടെ നാഷണൽ ആവറേജിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ അർത്ഥമെന്താ? ഈ സാമ്പത്തിക വളർച്ചയുടെ ഗുണം സാധാരണക്കാരിലേക്കും എത്തുന്നുണ്ടെന്ന് തന്നെ. അപ്പൊ നമ്മള് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു, കൾച്ചർ കണ്ടു, എക്കോണമി കണ്ടു. ഇനി ഈ പസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ണത്തിലേക്ക് വരാം.
അതായത് ഇത്രയും നേട്ടങ്ങൾക്കൊക്കെ അടിത്തറയിട്ട ആ ഒരു ഘടകം, കേരളത്തിന്റെ ഭരണരീതി, അതെങ്ങനെയാണ് ഈ പുരോഗതിയൊക്കെ സാധ്യമാക്കുന്നത്? ഇവിടെ നമ്മൾ ഒരു വാക്ക് ശ്രദ്ധിക്കണം: വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ. എന്താ സംഭവം? സിമ്പിളായി പറഞ്ഞാൽ, പവർ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ താഴെക്കിടയിലുള്ള പല ലോക്കൽ ഗവൺമെന്റുകളിലേക്കും വിഭജിച്ചു കൊടുക്കുക. അത്രയുള്ളൂ. കേരളം ഇത് ചെയ്യുന്നത് ഒരു 3-tier സിസ്റ്റത്തിലൂടെയാണ്. അതായത് 3 തട്ടുകളായിട്ട്. ഏറ്റവും താഴെ നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തുകൾ, അതിനു മുകളിൽ കുറച്ച് പഞ്ചായത്തുകൾ ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ അതിൻ്റെയും മുകളിൽ ആ ജില്ല മുഴുവനായുള്ള ജില്ലാ പഞ്ചായത്ത്. ഗ്രാമങ്ങളിലെ ഭരണം നടക്കുന്നത് പ്രധാനമായും ഈ 3 ലെവലുകളിലൂടെയാണ്. ഈ സിസ്റ്റം എത്ര വലുതാണെന്നറിയാമോ? ഈ ടേബിൾ നോക്കിക്കേ. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, അതുകൂടാതെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും വേറെ. ഇത് വെറും നമ്പേഴ്സല്ല, സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ എത്രത്തോളം പങ്കാളിത്തമുണ്ടെന്നതിന്റെ ഒരു തെളിവാണത്. അപ്പോ ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്താണ് ഗുണം? നമ്മൾ ആദ്യം കണ്ടില്ലേ, ആ ഉയർന്ന സാക്ഷരതാ നിരക്കും ആയുർദൈർഘ്യവുമൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ അതിന് കാരണമായ പ്രൈമറി സ്കൂളുകള്, നമ്മുടെ നാട്ടിലെ ആശുപത്രികള്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ലോക്കൽ ഗവൺമെന്റുകളാണ്. ചുരുക്കി പറഞ്ഞാൽ, ഭരണം നമ്മുടെ വീട്ടുപടിക്കലിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മള് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളില്ലേ, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്, അഡ്മിനിസ്ട്രേറ്റീവ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് കേരള മോഡൽ എന്ന ഐഡിയ ഉണ്ടാകുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോ എന്താണ് ഈ കേരള മോഡൽ എന്ന് ചോദിച്ചാൽ, ഈ സ്ലൈഡില് അതിന്റെ ചുരുക്കമുണ്ട്. ഒരു സൈഡില് നല്ല വിദ്യാഭ്യാസവും വൈവിധ്യവുമുള്ള ഒരു സമൂഹം, അത് കാരണം ഉയർന്ന സാമൂഹിക വികസന സൂചികകൾ. മറുവശത്ത് സർവീസ് സെക്ടർ നയിക്കുന്ന ഒരു സ്ട്രോങ് എക്കണോമി, പിന്നെ അധികാരം താഴെത്തട്ടിലേക്ക് കൊടുത്ത ഒരു ഭരണ സംവിധാനം. ഈ 2 പില്ലറുകളും ചേരുമ്പോഴാണ് നമ്മൾ പറയുന്ന കേരള മോഡൽ ഉണ്ടാകുന്നത്. അപ്പോ അവസാനമായി ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. കേരളത്തിന്റെ ഈ മോഡൽ തീർച്ചയായും അതിൻ്റേതായ പ്രശ്നങ്ങളും വെല്ലുവിളികളുമൊക്കെയുണ്ട്. എങ്കിലും ഇത് മറ്റു സ്ഥലങ്ങൾക്കൊരു മാതൃകയാക്കാൻ പറ്റുമോ? സോഷ്യൽ ഡെവലപ്മെന്റും എക്കണോമിക് ഗ്രോത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബ്ലൂ പ്രിന്റ് ഇതിലുണ്ടോ? ഇതൊരു ചിന്തിക്കേണ്ട വിഷയമാണല്ലേ? ഈ വിശകലനം അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.